എല്ലാവർക്കും ടെക്ലൈ മൾട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീഡിയടെക് ഡയമൻസിറ്റി 8400 കുറിച്ചാണ്. സോ ഈ ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മീഡിയടെക്കിൻ്റെ ഒരു അപ്പർ മിഡ് റേഞ്ച് ചിപ്സെറ്റാണ്. സോ മീഡിയടെക് ഡയമൻസിറ്റി 9400 അതിൻ്റെയൊക്കെ താഴെ വരുന്നൊരു ചിപ്സെറ്റാണ് മീഡിയടെക് ഡയമൻസിറ്റി 8400. നമുക്ക് ഓൾറെഡി മീഡിയടെക് ഡയമൻസിറ്റി 8300 ഉണ്ട് നമ്മുടെ മാർക്കറ്റിൽ. നമ്മുടെ പോക്കോ X6 പ്രോയിലുള്ള ചിപ്സെറ്റാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റാണ്. 26,000 പ്രൈസ് റേഞ്ചിലുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ് മീഡിയടെക് ഡയമൻസിറ്റി 8300. സോ അതിൻ്റെ ഒരു സക്സസറായിട്ടാണ് 8400 വരുന്നത്. സോ ഇതിൻ്റെ സ്പെക്കൊക്കെ ലീക്ക് ആയിട്ടുണ്ട്, ഓൾറെഡി ലോഞ്ച് ആയിട്ടുണ്ട്. സോ അതിൻ്റെ സ്പെക്കൊക്കെ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ പ്രോസസ് നോഡാണ്. സോ അത് 2nd ജനറേഷൻ 4 നാനോമീറ്റർ TSMC മാനുഫാക്ചറിങ് പ്രോസസ്സിലാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ്. സോ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നോഡ് ഉണ്ടല്ലോ നമ്മുടെ 4 നാനോമീറ്റർ 6 നാനോമീറ്റർ 7 നാനോമീറ്റർ എന്നൊക്കെ പറയാനുള്ളത്, അത് എപ്പോഴും കുറഞ്ഞു വരുമ്പോൾ നമുക്ക് ഒരു ട്രാൻസിസ്റ്ററിൽ നിന്ന് വേറെ ട്രാൻസിസ്റ്ററിലേക്കുള്ളൊരു അകലമാണത്. അത് കുറഞ്ഞു വരുവാണെങ്കിൽ നമുക്ക് അത്രയും എനർജി കുറവായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണതിന്. സോ അതുകൊണ്ട് തന്നെ എത്ര കുറയുന്നു അത്രയും ബെറ്റർ എഫിഷ്യൻസി ആയിരിക്കും നമുക്ക് ചിപ്സെറ്റ് വരിക. അപ്പോൾ നമ്മളിനി CPU കോർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് വേൾഡ്സ് ഫസ്റ്റ് ചിപ്സെറ്റാണ്. എല്ലാ കോറുകളും പെർഫോമൻസ് കോഴ്സാണ് വരുന്നത്. സോ അത് നമ്മൾ പെർഫോമൻസ് കോഴ്സ് എന്ന് പറയുവാണെങ്കിൽ ഇവിടെ നമുക്ക് അങ്ങനെ എക്സ് സീരീസ് കോഴ്സ് ഒന്നും വരുന്നില്ല കേട്ടോ, പ്രൈം കോഴ്സ് ഒന്നും വരുന്നില്ല. നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു പ്രൈം കോർ കാണും, പിന്നെ ഒരു പെർഫോമൻസ് കോഴ്സ് കാണും, അങ്ങനെയാണ് വരുന്നത്. ഇത് ഇവിടെ അങ്ങനെയല്ല, ഫുൾ പെർഫോമൻസ് കോഴ്സാണ് വരുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്ലസ്റ്ററിൽ നമുക്ക് കോർട്ടെക്സ് A725 ആണ് വരുന്നത്. 3.25 GHz ആണ് റൺ ചെയ്യുന്നത്. സെക്കൻഡ് ക്ലസ്റ്ററിൽ 3 കോർട്ടെക്സ് A725 തന്നെ വരുന്നുണ്ട്, 3 GHz. തേർഡ് ക്ലസ്റ്ററിൽ 4 കോർട്ടെക്സ് A725 തന്നെയാണ് വരുന്നത്, 2.1 GHz ആണ് വരുന്നത്. കമ്പയർ ചെയ്യുവാണെങ്കിൽ നമ്മൾ 8300 ആയിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ 41% മൾട്ടിക്കോ പെർഫോമൻസ് കൂടിയിട്ടുണ്ടെന്നാണ് മീഡിയടെക് പറയുന്നത്. നമുക്ക് ഇന്ന് 1.75 MB ലെവൽ 2 ക്യാഷ് വരുന്നുണ്ട്, 6 MB L3 ക്യാഷ് വരുന്നുണ്ട്, 5 MB സിസ്റ്റം ലെവൽ ക്യാഷ് വരുന്നുണ്ട്. സോ ക്യാഷ് എത്ര കൂടുന്നോ അത്രയും ബെറ്റർ നമുക്ക് പെർഫോമൻസ് കിട്ടും നമുക്ക് നമ്മളെ CPU ന്ന്. സോ നമ്മൾ ഗിഗ് ബെഞ്ച് നോക്കുവാണെങ്കിൽ സിംഗിൾ 1651 വരുന്നത്, സിംഗിൾ കോർ സ്കോർ വരുവാണെങ്കിൽ. മൾട്ടി ആണെങ്കിൽ 6833 വരുന്നുണ്ട്. സോ മൾട്ടി കോർ സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ 8 Gen 2 ഇച്ചിരി പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ് മൾട്ടി കോർ പെർഫോമൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ. സോ CPU കാര്യത്തിൽ അടിപൊളിയാണ് വരുന്നത്. ഇനി റാം ആൻഡ് സ്റ്റോറേജ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ക്വാഡ് ചാനൽ മെമ്മറിയാണ് ഉപയോഗിച്ചേക്കുന്നത്. 16 ബിറ്റിൻ്റെ 4 ചാനലാണ്, ക്വാഡ് ചാനൽ മെമ്മറിയാണ്. LPDDR5X റാമാണ്, 4266 MHz റൺ ചെയ്യുന്നത്. ടോട്ടൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 68.2 Gbps ആണ് വരുന്നത്. പിന്നെ മാക്സിമം നമുക്ക് UFS 4.0 വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഫ്ലാഗ്ഷിപ്പ് ലെവൽ തന്നെയാണ് റാം സ്റ്റോറേജും വരുന്നത്. GP നമ്മൾ നോക്കുവാണെങ്കിൽ മാലിയുടെ G720 MC7 ആണ്. സോ 7 കോർ GP ആണ് ഉപയോഗിക്കുന്നത്. 24% ഫാസ്റ്റർ ആണെന്ന് പറയുന്നത്. പിന്നെ 42% എഫിഷ്യൻ്റ് ആണ് 8300 ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. സോ ഇതിൻ്റെ ആൻറ്റിറ്റ്യൂഡ് സ്കോർ അങ്ങനെ വന്നിട്ടില്ല, പക്ഷേ നമ്മളൊരു എക്സ്പെക്ട് ചെയ്യുന്നൊരു സ്കോർ ആൻറ്റിറ്റ്യൂഡിൽ നമുക്ക് GP എക്സ്പെക്ട് ചെയ്യുന്ന സ്കോർ എന്ന് പറയുകയാണെങ്കിൽ ഒരു 6 ലക്ഷത്തിൻ്റെ അവിടെയാണ്. 6,12,000 അല്ലെങ്കിൽ 13,000 ആ റേഞ്ചൊക്കെയാണ്. സോ ഒരു 8 Gen 2 അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു GP തന്നെ ആയിരിക്കും ഉപയോഗിക്കുന്നത് ഉണ്ടാവുന്നത്. സോ GPൻ്റെ കാര്യത്തിൽ അടിപൊളി പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. സോ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചിപ്സെറ്റ് വരാൻ പോകുന്ന ഫോൺ ഉണ്ടല്ലേ, പോക്കോ X1 Pro, അതിൻ്റെ പ്രൈസ് നമ്മളൊരു 27,000 രൂപ കൂട്ടിയാൽ മതി. ആ പ്രൈസ് റേഞ്ചിൽ വരുമ്പോൾ നമുക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയായിരിക്കും ഇത്. പിന്നെ ഡിസ്പ്ലേ നമ്മൾ നോക്കുവാണെങ്കിൽ WQHD+, വൈഡ് ക്വാഡ് HD+, 144 Hz വരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഡുവൽ ഡിസ്പ്ലേ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. HDR10+ ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാക്സിമം നമുക്ക് 4K 60 FPS ആണ് പ്ലേ ബാക്ക് വരുന്നത്. പിന്നെ ക്യാമറയുടെ സപ്പോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ IMAGE-Q 1080 ISP ആണ് വരുന്നത്. സിംഗിൾ നമുക്ക് അപ് ടു 320 MP ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ട്രിപ്പിൾ 32 MP ആണ് സപ്പോർട്ട് ചെയ്യും. ഇവിടെ മാക്സിമം നമുക്ക് 4K 60 FPS ആണ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഈ കാര്യത്തിലൊക്കെ ക്വാൾക്കം സ്നാപ്ഡ്രാഗൺ 8 Gen 2 തന്നെയാണ് ബെറ്റർ. ഡിസ്പ്ലേയുടെ സപ്പോർട്ടിൻ്റെ കാര്യത്തിലും ക്യാമറയുടെ സപ്പോർട്ടിൻ്റെ കാര്യത്തിലൊക്കെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് വയ്ക്കുന്നത് 8 Gen 2 തന്നെയാണ്. ഡിസ്പ്ലേയിൽ നമുക്ക് എന്താ പറയുക 4K വരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ക്വാഡ് HD+ ഒക്കെ വരുന്നുള്ളൂ. പിന്നെ ക്യാമറയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ബെറ്റർ സപ്പോർട്ട് വരുന്നുണ്ട് സ്നാപ്ഡ്രാഗണിൽ. കണക്ടിവിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ 5G mm വേവും sub-6 GHz സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഡൗൺലോഡ് സ്പീഡ് നമ്മൾ നോക്കുവാണെങ്കിൽ 5.17 Gbps ആണ്. എന്ന് വെച്ചാൽ 646 MB/s ആണ് മാക്സിമം ഡൗൺലോഡ് സ്പീഡ്. Wi-Fi 6E സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, Bluetooth 5.4 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ചിപ്സെറ്റിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ നമുക്ക് ഈ ചിപ്സെറ്റ് കിട്ടാൻ പോകുന്നത് 8300 പോലെയൊക്കെ തന്നെ ആയിരിക്കും, നമ്മുടെ ആ പ്രൈസ് റേഞ്ചിൽ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. മീൻസ് പോക്കോ X6 Proയുടെ ആ പ്രൈസ് റേഞ്ചിൽ തന്നെ ആയിരിക്കും ഇതും വരാൻ പോകുന്നത്. X7 Pro മേ ബി ഒരു 1000-2000 രൂപ കൂടിയേക്കാം, 27,000-28,000 രൂപയൊക്കെ ആയേക്കാം. എന്നാൽ പോലും ആ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോണായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ട് ചിപ്സെറ്റ് വെച്ചിട്ടുള്ള ഫോണായിരിക്കും
പോക്കോ X7 Pro. സോ ഈ ചിപ്സെറ്റിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ട്സും വേണ്ട, കിട്ടുക്കൻ ചിപ്സെറ്റാണ്. നമുക്കറിയാം ആ പ്രൈസ് മോസ്റ്റ്ലി നമുക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ 8300, പിന്നെ വരുന്നത് 7 Gen 3 ഒക്കെയാണ് വരാൻ പോകുന്നത്. സോ അതിനൊക്കെ പൂത്തുവാരികളയും ചിപ്സെറ്റ് കിട്ടുക്കൻ ചിപ്സെറ്റാണ്. 8 Gen 2 അത്ര തന്നെ പെർഫോമൻസ് വരുന്ന ചിപ്സെറ്റ് നമുക്ക് 27,000 രൂപയ്ക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. സോ ഇതാണ് ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചിപ്സെറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടൊക്കെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ നെക്സ്റ്റ് വീഡിയോ കാണാം.